ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വില കുത്തനെ ഇടിഞ്ഞു, ഏലം കർഷകർ കടക്കെണിയിൽ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. മൂന്നാർ ടൗണിൽ ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിൽ അനധികൃത പാർക്കിംഗ് ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. വില കുത്തനെ ഇടിഞ്ഞു, ഏലം കർഷകർ കടക്കെണിയിൽ. ഇതോടെ വലിയ മുതൽ മുടക്കി ഏലച്ചെടികൾ സംരക്ഷിക്കാൻ പാടുപെടുകയാണ് കർഷകർ. വില കുത്തനെ ഇടിഞ്ഞതോടെ വേനൽക്കാലത്ത് കൈപൊള്ളി ഏലം കർഷകർ. ഭേദപ്പെട്ട വില ലഭിച്ചിരുന്നതിനാൽ വേനൽക്കാലത്ത് ഉയർന്ന വിലയിലേക്ക് എത്തുമെന്ന സൂചനകളായിരുന്നു വിപണിയിൽ. ഇതോടെ വലിയ മുതൽ മുടക്കിൽ ഏലച്ചെടികൾ സംരക്ഷിക്കാൻ പാടുപെടുകയായിരുന്നു കർഷകർ. മാർച്ച് ആദ്യവാരം 2800 രൂപയും പിന്നീട് 3000 രൂപയിലേക്കും വില ഉയർന്നതോടെ കർഷകർക്കും പ്രതീക്ഷയായി. എന്നാൽ ഏപ്രിൽ അവസാനത്തോടെ വില കൂപ്പുകുത്തിയതോടെ കർഷകർ വലിയ കടക്കണിയിലേക്ക് വീണു. കഴിഞ്ഞ ദിവസം നടന്ന ഈ ലേലത്തിൽ 2097 രൂപയാണ് ഏലക്കായ്ക്ക് ശരാശരി വില ലഭിച്ചത്.
ഇതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ 2000 രൂപയ്ക്കാണ് വ്യാപാരികൾ ഏലക്ക ശേഖരിച്ചത്. ഈ ലേലത്തിൽ ഉയർന്ന വിലയായി ലഭിച്ചതാകട്ടെ 2600 രൂപയുമാണ്. വേനൽ മഴയെ തുടർന്ന് ഉൽപാദനമുയരാനുള്ള സാധ്യത നിലനിർത്തി ലേല ഏജൻസികളും വൻകിട വ്യാപാരികളുമാണ് വിലയിടിക്കുന്നതിന് പിന്നിൽ. വേനലിൽ വൻതുക മുടക്കി ഏലച്ചെടികൾ സംരക്ഷിച്ച കർഷകർക്ക് മുടക്കുമുതൽ പോലും ലഭിക്കില്ലെന്ന അവസ്ഥയായി. 2023 ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു. ഇതാണ് ചൂട് കടുത്തതോടെ കഴിഞ്ഞ വർഷവും കർഷകർ ഭയപ്പാടിലായത്. ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതോടെ കർഷകരിൽ പലരും തോട്ടങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് മൂടാൻ തുടങ്ങി. ഇതിനിടെ ഗ്രീൻ നെറ്റിന് ക്ഷാമം നേരിടുകയും വില ഇരട്ടിയാകുകയും ചെയ്തു. ഗ്രീൻ നെറ്റ് വില വർദ്ധിച്ചതോടെ ചെറുകിട കർഷകർക്കുൾപ്പെടെ വൻ ബാധ്യതയാണ് ഉണ്ടായത്. ചെറുകിട കർഷകരിൽ പലർക്കും ജലസേചന സൗകര്യങ്ങളോ പടുതാക്കുളങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇതോടെ പലരും ടാങ്കറുകളിൽ വലിയ വില കൊടുത്ത് വെള്ളം വാങ്ങി ജലസേചനം നൽകേണ്ടി വന്നു. ഇങ്ങനെ വൻതുക മുടക്കി കൃഷി സംരക്ഷിച്ച കർഷകർക്കാണ് വിലയിടിവ് നേരിടേണ്ടി വരുന്നത്. വേനൽ മഴയെ തുടർന്ന് വരും വിളവെടുപ്പുകളിൽ വിളവ് ഉയരുമെന്ന സൂചനയെത്തു തുടർന്നാണ് വൻകിട കമ്പനികൾ വിലയിടിക്കുന്നത്. ലേല ഏജൻസികൾ ലേലകേന്ദ്രങ്ങളിൽ ഗുണനിലവാരമില്ലാത്ത ഏലക്കായ ലേലത്തിനെത്തിച്ച് കുറഞ്ഞ വില കാണിച്ചു ലേലത്തിൽ പതിഞ്ഞ ഏലക്കായ തന്നെ വീണ്ടും ലേലത്തിനെത്തിച്ച് ഏലക്കായയുടെ ഉൽപാദനം ഉയർത്തിക്കാണിച്ചുമാണ് വിലയിടിക്കുന്നത്. 2019 ഓഗസ്റ്റിൽ ഏലക്ക വില 7000 ആയതോടെ വളം കീടനാശിനി വിലകൾ 3 ഇരട്ടിയായി ഉയർന്നിരുന്നു. തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചതിനെതിരെ വില ഇനിയും ഇടിഞ്ഞാൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി താലൂക്ക് ആശുപത്രി സജ്ജീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചില്ല. ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന ജില്ലയിലെ ആശുപത്രികളിലൊന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ബ്ലഡ് ബാങ്ക് ഇല്ലാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിൽ ആളുകൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി. തോട്ടമേഖലയിൽ നിന്നും ആദിവാസിയിടങ്ങളിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകൾ പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തുന്നു. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിക്കാത്തതാണ് ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി അടിമാലിയിൽ വന്നപ്പോൾ പറഞ്ഞതാണ് എത്രയും വേഗം തുടങ്ങുന്ന. മാസം ഇത്ര കഴിഞ്ഞിട്ടും ബ്ലഡ് ബാങ്ക് അടിമാലിയിൽ തുടങ്ങിയിട്ടില്ല. ഈ ഇത്രയധികം ആദിവാസി കൂടിയുള്ള ഒരു മേഖലയാണ്. ജില്ലയിലെ ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അടിമാലി ആശുപത്രി. ഇത്ര ഈ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾക്കാരെ ബ്ലഡ് ബാങ്കിന് വേണ്ടി ഇവിടെ വരികയും ഈ ക്ലോസ് ചെയ്യാനൊക്കെ ആദിവാസി കുടിയെന്നൊക്കെ വന്നിട്ട് ആശുപത്രിയിൽ സജ്ജീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി ബ്ലഡ് ബാങ്ക് സജ്ജമാക്കുമെന്നും അനുബന്ധ നിയമങ്ങൾ നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. മാസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന ജില്ലയിലെ ആശുപത്രികളിലൊന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളിൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നവരെ ആദ്യം എത്തിക്കുന്നതും അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് ഇല്ലാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ബ്ലഡ് ബാങ്ക് യാഥാർത്ഥ്യമാക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ ടൗണിൽ ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിലെ അനധികൃത പാർക്കിംഗ് ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ നിർത്താനോ ലോഡിറക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ചുമട്ടുതൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം. മൂന്നാർ ടൗണിലെ അനധികൃത പാർക്കിംഗ് എക്കാലത്തും പരാതികൾക്ക് ഇടവരുത്തുന്നതാണ്. ടൗണിലേക്കെത്തുന്ന തദ്ദേശീയരായവരും വിനോദസഞ്ചാരികളുമൊക്കെ തോന്നുംപടി തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്താറുണ്ട്. ഇതിനൊപ്പമാണിപ്പോൾ ടൗണിൽ ഫ്രൂട്ട്സ് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന ചുമട്ടുതൊഴിലാളികളും പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിൽ വാഹനങ്ങൾ തോന്നുംപടി പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ട്. വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ നിർത്താനോ
ലോഡ് ഇറക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ചുമട്ടുതൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. கேட்டேன் 2 நாளைக்கு முன்னாடி லாட்ஜில் தான் படுத்து கிடக்கான். படுத்து கிடக்க வேண்டியதான் வண்டியை போட்டுட்டு இங்கே ஆள் இல்லைன்றாங்க. நம்ம போய் கூப்பிட இல்லாமல் திருப்பி வந்து வண்டியை கொண்டு வந்து நிற்கல. கெஸ்ட்டுக்கும் லோடிங்காக இருக்கும் எந்த பிரச்சனையும் கிடையாது. இந்த ரூமில் கொண்டு போய் போட்டு காலையில் நாங்கள் போய் எல்லா லாட்ஜிலையும் கேட்டோம். ரூமில் எங்கள் ரூமில் இல்லைட்டாங்க. நைட்டு போட்ட வண்டி இப்போ 11 மணி ஆச்சு, இப்போ வரை எடுக்கல. எங்களோட வாழ்வாதாரம் என்ன செய்ய? இப்படி வண்டி போட்ட റോഡരികിലെ അനധികൃത പാർക്കിംഗ് ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതിനൊപ്പം ഈ പ്രദേശത്തെ വ്യാപാരികൾക്കും അനധികൃത പാർക്കിംഗ് പ്രതിസന്ധിയാകുന്നുണ്ട്. ടൗണിലും പരിസര പ്രദേശങ്ങളിലും വേണ്ടവിധം പാർക്കിങ്ങിന് സൗകര്യമില്ലാത്തതാണ് മൂന്നാർ ടൗൺ നേരിടുന്ന പ്രധാന വെല്ലുവിളി. തങ്ങൾ നേരിടുന്ന വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ചുമട്ടുതൊഴിലാളികളും വ്യാപാരികളും മുമ്പോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പീരുമേട് നിയമസഭാ മണ്ഡലത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ 458 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും വാഴൂർ സോമൻ MLA പറഞ്ഞു. വള്ളക്കടവ് വഞ്ചിവയൽ റോഡ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 9 പഞ്ചായത്തുകളുള്ള മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാറിനാണ്. എല്ലാ വീടുകളിലും കുടിവെള്ള വിതരണം എത്തിക്കുന്നതിനാണ് ജില്ലയിൽ നിന്നുമുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വാഴൂർ സോമൻ പറഞ്ഞു. പീരുമേട് മണ്ഡലം വികസനത്തിന്റെ പാതയിലാണ്. മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡറായി കഴിഞ്ഞുവെന്നും MLA പറഞ്ഞു. മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകുക എന്നുള്ളത് കേരള സർക്കാരിൻ്റെ തീവ്രതയാണ്. അതുകൊണ്ട് ഭൂരിപക്ഷമടക്കമുള്ള ആളുകൾ വീടില്ലാത്ത ആളുകളുടെ അപേക്ഷ എഴുതി തയ്യാറാക്കി ഇത്രയും വേഗം 87 പട്ടികവർഗ കുടുംബങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്നു വള്ളക്കടവ് ഫോറസ്റ്റ് ഓഫീസ് മുതൽ വഞ്ചിവയൽ വരെ നീളുന്ന റോഡ് നിർമ്മാണം. വള്ളക്കടവ് മുതൽ വഞ്ചിവയൽ വരെ 4 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് 3,26,41,061 രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. റോഡിന്റെ നിർമ്മാണ ചുമതല PWD റോഡ്സ് വിഭാഗത്തിനാണ്. വഞ്ചിവയൽ അംഗനവാടിയിൽ നടന്ന യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശ്രീരാമൻ അധ്യക്ഷനായി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശെൽവത്തായി, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീല കുളത്തിങ്കൽ, മുനിയലക്ഷ്മി, വഞ്ചിവയൽ ഊരുമൂപ്പൻ T. അജയൻ, ST പ്രൊമോട്ടർ S. ബാലചന്ദ്രൻ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹേമന്ത്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ R. ഹരിനാഥ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. കഴിഞ്ഞ വർഷമുണ്ടായ കടുത്ത വരൾച്ചയിൽ 113 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഇടുക്കിയിലെ ഏലം മേഖലയ്ക്ക് ഉണ്ടായത്. കടുത്ത പ്രതിസന്ധിയിലായ കർഷകർക്ക് കൈത്താങ്ങായത് സംസ്ഥാന സർക്കാർ മാത്രമാണ്. കേന്ദ്ര സർക്കാർ ഏലം മേഖലയെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്നാണ് ഏലം കർഷകരുടെ ആരോപണം. കഴിഞ്ഞ വർഷം കൃഷി പുനരാരംഭിക്കുന്നതിന് 10 കോടി രൂപ ധനസഹായം സംസ്ഥാന സർക്കാർ അനുവദിച്ചു. കൃഷിനാശം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ഒപ്പം തന്നെ കർഷകർക്ക് അടിയന്തര സഹായം നൽകുന്നതിന് 10 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കർഷകർക്ക് ധനസഹായം നൽകുന്നത് വൈകുന്നത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ചെയ്തു. എന്നിട്ടും നടപടിയുണ്ടായില്ല. ഏലം വ്യവസായം കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന സ്പൈസസ് ബോർഡിന് കീഴിലാണ്. എന്നിട്ടും ആത്മഹത്യ മുന്നിൽ എത്തി നിൽക്കുന്ന ഏലം കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇത്തവണ വേനൽ മഴ ഇടവിട്ട് ലഭിച്ചുവെങ്കിലും വേനൽ ചൂടിന്റെ കാഠിന്യം ഏറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ കൃഷിനാശത്തിനു ശേഷം ബാക്കി നിൽക്കുന്ന ഏലച്ചെടികളെ സംരക്ഷിക്കുവാൻ കർഷകർ പെടാപ്പാടുപെടുകയാണ്. ഈ ഘട്ടത്തിലെങ്കിലും കേന്ദ്ര സർക്കാർ തങ്ങളെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഏലം കർഷകർ ഉന്നയിക്കുന്നത്. കൃഷി പൂർണ്ണമായി നശിച്ചുപോയ പല കർഷകരും കടബാധ്യതയുടെ നടുവിലാണ്. വരുമാനം നിലച്ചതോടെ ബാങ്ക് വായ്പകൾ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി ഭീഷണിയിലും നിലനിൽക്കുന്നു. ഇതോടൊപ്പം തന്നെ നിലവിൽ ഏലക്കായയുടെ വിലയിടിഞ്ഞതും ഇരട്ടി പ്രഹരമാണ് ഇടുക്കിയിലെ ഏലം കർഷകർക്ക് സമ്മാനിക്കുന്നത്. പ്രതിമാസം കോടികളാണ് സ്പൈസസ് ബോർഡിന്റെ പ്രവർത്തനത്തിനായി കേന്ദ്ര സർക്കാർ വിനിയോഗിക്കുന്നത്. എന്നാൽ അടുത്ത കാലത്തെങ്ങും സ്പൈസസ് ബോർഡ് വഴി 1 രൂപയുടെ പോലും ആനുകൂല്യം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതിനു വേണ്ടി മാത്രമുള്ള ഒരു ബോർഡായി സ്പൈസസ് ബോർഡ് മാറിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ സ്പൈസസ് ബോർഡ് പിരിച്ചുവിടണമെന്നുമാണ് കർഷക സംഘടനകളടക്കം ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്.
ഇനി ചെറിയൊരിടവേള. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷണലാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ച് വേണം. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സ് ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ സമയത്ത് പണി തെറ്റ് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ, ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. കോൺടാക്ട് 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോപ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. വീണ്ടും വാർത്തയിലേക്ക്. SSLC പരീക്ഷയിൽ തുടർച്ചയായി 5ാം വർഷവും 100 മേനി വിജയം നേടി കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂൾ. 3 ആൺകുട്ടികളും 5 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയ 8 കുട്ടികളും വിജയിച്ചു. 2012 3% താഴെ കുട്ടികൾ വിജയിച്ച സംസ്ഥാനത്തെ 5 സ്കൂളുകളിൽ ഒന്ന് കണ്ണമ്പടി സ്കൂളായിരുന്നു. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ പഠന സൗകര്യം മെച്ചപ്പെടുത്തി. 2013 ഉന്നത വിജയം നേടിയ സ്കൂൾ 2014 2015 100 മേനി വിജയം കൊയ്തു. തുടർന്നുള്ള വർഷങ്ങളിലും 95% മുകളിലായിരുന്നു വിജയം. 2021, 2022, 2024 100% വിജയം നേടിയ സ്കൂളിലെ ഈ വർഷവും 100% വിജയം വരിച്ചു. 2020 2023 ഒരു കുട്ടി ഒരു വിഷയത്തിന് തോറ്റു. ആ വർഷങ്ങളിൽ സേ എഴുതി 100% തിരികെ പിടിച്ചു. 2024-25 വർഷം നടന്ന ടേം പരീക്ഷകളിൽ 8 കുട്ടികളും വളരെ പിന്നോക്കം പോയിരുന്നു. 2012 മുൻകാലാവസ്ഥയിലേക്ക് സ്കൂൾ എത്തുമെന്ന അവസ്ഥയിലായിരുന്നു. ഹെഡ് മാസ്റ്റർ കെ ബാബുവും സഹാധ്യാപകരും ചേർന്ന് ജനുവരി 3 മുതൽ ഫെബ്രുവരി 21 വരെ കുട്ടികളെ വീട്ടിൽ വിടാതെ പകൽ ക്ലാസും രാത്രിയിൽ ട്യൂഷനും നൽകിയാണ് വിജയിപ്പിച്ചത്. രക്ഷിതാക്കളുടെയും PTA-യുടെയും അധ്യാപകരുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനമാണ് 100% കുട്ടികളും വിജയിച്ചത്. 12 ആദിവാസി കുടികളിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ ഭയന്ന് കിലോമീറ്ററുകൾ നടന്നാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത്. ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പരിമിതമാണ്. നനഞ്ഞൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴിലാണ് കുട്ടികളുടെ പഠനം. മറ്റു ഭൗതിക സൗകര്യങ്ങളും തീരെയില്ല. ഈ പരിമിതികളെ തോൽപ്പിച്ചാണ് കുട്ടികൾ 100% വിജയം കൈവരിച്ചത്. സിറ്റി വിഷൻ, ഉപ്പുതറ. BJP അടിമാലി മണ്ഡലം നേതൃയോഗം നടന്നു. അടിമാലി ക്ലബ് ഹാളിലായിരുന്നു യോഗം നടന്നത്. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം താഴെത്തട്ട് മുതൽ കൂടുതൽ സജീവമാക്കാനും
തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു BJP അടിമാലി മണ്ഡലം നേതൃത്വ യോഗം വിളിച്ചു ചേർത്തത്. അടിമാലി ക്ലബ് ഹാളിലായിരുന്നു യോഗം നടന്നത്. BJP ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് PP സാനു നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ ജീർണതയും ദേശസ്നേഹത്തിൻ്റെ കുറച്ചൊക്കെ അഭാവവും ദേശീയ വികാരത്തോടൊപ്പം വിമുഖത കാണിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനവും അതോടൊപ്പം മത തീവ്രവാദികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനവും ഈ കേരളത്തിൽ ഒരു ദുസ്സഹമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നേതൃയോഗത്തിൽ ഉയർന്നു വന്നു. യോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ BJP അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് NS അധ്യക്ഷത വഹിച്ചു. പാർട്ടിയുടെ വിവിധ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപ്പുതറ ഉത്സവത്തിന് തിരിതെളിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തി ചെമ്പകശ്ശേരി മഠം ഉണ്ണികൃഷ്ണവർമ്മ ഭദ്രദീപ പ്രകാശനം നടത്തി. ഉത്സവത്തിന്റെ തിരിതെളിക്കലിന് മുന്നോടിയായി വിളംബര ഘോഷയാത്രയും നടന്നു. പരമാത്മ ചൈതന്യ സ്വരൂപനായ ശംഖചക്ര ഗദ പത്മധാരിയായ ഭഗവൻ ശ്രീ ഹരിവിഷ്ണുവിന്റെ അനുഗ്രഹ കലകളാൽ സർവൈശ്വര്യ സമ്പൂർണമായ ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഇന്നു മുതൽ 17 വരെയാണ് ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്നത്. ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് ഇന്നലെ വൈകിട്ട് യജ്ഞാചാര്യൻ കാവാലം അമ്പാടി ജയകുമാറിന്റെ മഹാത്മ്യ പ്രഭാഷണത്തോടെ ആരംഭിച്ചു. ഇതിനു മുന്നോടിയായി വലിയ പാലത്തിൽ നിന്ന് വിളംബര ഘോഷയാത്രയും നടന്നു. ഘോഷയാത്രയ്ക്കും ദീപാരാധനയ്ക്കും ശേഷം 7 മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തി ചെമ്പകശ്ശേരി മഠം ഉണ്ണികൃഷ്ണവർമ്മ ഭദ്രദീപ പ്രകാശനം നടത്തും. 15, 16, 17 തീയതികളിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ ഇടമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടക്കുന്നത്. രാത്രി പൂഞ്ഞാൽ ഭരതകലയുടെ നൃത്ത സംഗീത നാടകം മീരാനന്ദനവും അരങ്ങേറും. 16-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശം, കലശപൂജ, മറ്റു പ്രത്യേക പൂജകൾ. 1 മണിക്ക് മഹാപ്രസാദമൂട്ട്. വൈകിട്ട് 6-ന് തോണിത്തടി SNDP ശാഖായോഗത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര, തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും. 17-ന് രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ. വൈകിട്ട് 7-ന് പാല സൂപ്പർ ബീറ്റ്സിൽ ഗാനമേളയോടെ ഈ വർഷത്തെ ഉത്സവരാവുകൾക്ക് സമാപനമാവും. സിറ്റി വിഷൻ ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വില കുത്തനെ ഇടിഞ്ഞു. ഏലം കർഷകർ കടക്കെണിയിൽ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സജ്ജീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല. മൂന്നാർ ടൗണിൽ ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിൽ അനധികൃത പാർക്കിംഗ് ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്.
പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച നൂറുകണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.